ഫോട്ടോ എടുക്കുമ്പോൾ ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ എന്നിവയൊക്കെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ISO. ഇവ മൂന്നും കൃത്യമായ അളവിൽ കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ മൂന്നും ഉൾക്കൊള്ളുന്നതിനെ എക്സ്പോഷർ ട്രയാങ്കിൾ എന്ന് പറയുന്നു. ഷട്ടർ സ്പീഡ്, അപ്പർച്ചറിനെ കൊണ്ട് അവൈലബിൾ ലൈറ്റ്സിനെ ക്രമീകരിച്ച് ഫോട്ടോസ് എടുക്കുമ്പോൾ അതില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ISOയിൽ മാറ്റം വരുത്തി ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയും ISO എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ക്യാമറയിൽ പ്രകാശത്തിന്റെ സംവേദനക്ഷമതയെ സൂചിപ്പിക്കുന്ന നമ്പറിംഗ് സിസ്റ്റമാണ് ISO. ഫോർ എക്സാമ്പിൾ, താഴെ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവയെല്ലാം വ്യത്യസ്ത ISOയിൽ എടുത്ത ചിത്രങ്ങളാണ്. താഴ്ന്ന ISO സ്പീഡിൽ നിന്നും ഉയർന്ന സ്പീഡിൽ എത്തിച്ചേരുമ്പോൾ ചിത്രത്തിൽ പ്രകാശം ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും ISO കുറച്ച് കൂടിപ്പോയാലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇതിലൂടെ ധാരാളം നോയ്സ് വരാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ഫോട്ടോയുടെ ക്വാളിറ്റിയെ തന്നെ നശിപ്പിച്ചേക്കാം. ഈ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ISO സ്പീഡ് ഉയരുന്നതിനനുസരിച്ച് ഫോട്ടോയിൽ നോയ്സ് അല്ലെങ്കിൽ ഗ്രെയിൻസ് ഉയർന്നു വരുന്നത് കാണാൻ പറ്റും. നോയ്സ് കൂടിയ ചിത്രങ്ങൾ പ്രൊഫഷണൽ യൂസേജിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ ഫോട്ടോ എടുക്കുമ്പോൾ ISO നമ്പർ കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതിലൂടെ ഒരു ഹൈ ക്വാളിറ്റി ഇമേജ് തന്നെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി പിക്സൽ ടൂൺസ് അക്കാഡമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.